SR സഞ്ജീവ്, ഇതിനകത്ത് ഈ കുറേയേറെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം വകയിരുത്തിയിരിക്കുന്ന തുക കാണുമ്പോൾ ഇത് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ഉയരുക. പിന്നെ സംസ്ഥാനത്തിൻ്റെ കടക്കണിയെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് ധവളപത്രത്തിൽ പറഞ്ഞതിന് സമാനമായി വീണ്ടും അത് അവതരിപ്പിച്ച് തന്നെയാണ് ഈ ബജറ്റിലേക്ക് കടക്കുന്നത്. പക്ഷേ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് താനും. എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് ഈ ബജറ്റ്? ഹർഷൻ, അതാണ് ഇതിൽ ഏറ്റവും പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അതായത് ബജറ്റിൻ്റെ കണക്കുകൾ വളരെ അൺറിയലിസ്റ്റിക്കായ, അതായത് ചിലപ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇതിൻ്റെ അക്കൗണ്ട്സ്. ബജറ്റ് സ്പീച്ചിലല്ല, അനുബന്ധ ബജറ്റ് രേഖകൾ നോക്കിയാൽ കാണാൻ കഴിയുക. അത് കഴിഞ്ഞ KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റ് തന്നെ അതിൽ തന്നെ അത്തരത്തിലുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും LDF ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്താനൊക്കെ വേണ്ടി അത്തരത്തിലുള്ളൊരു രീതി കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിനും അപ്പുറം കടന്നുപോയി ചില നമ്പറുകൾ, ചില കണക്കുകൾ ഇതിൽ പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ KN ബാലഗോപാൽ 34,586 കോടി രൂപയാണ് വിഭാവനം ചെയ്തത്. എന്നാൽ അത് 35,355 കോടി രൂപയായി വർദ്ധിപ്പിക്കുകയാണ് VD സതീശൻ ചെയ്തത്. അതായത് ധനദൃഢീകരണത്തിനോ ഫിസിക്കൽ കൺസോളിഡേഷനോ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി രൂപ കിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ട്രാൻസ്ഫറിലും കുറവുണ്ടാവും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് നേടിയെടുക്കാൻ നിയമപരമായ പോരാട്ടങ്ങളും മറ്റും നടക്കുന്നുണ്ടെങ്കിലും വളരെയധികം സമയമെടുക്കുന്ന, ഒരു പക്ഷേ അൺറിയലിസ്റ്റിക്കായ, ചിലപ്പോൾ നടക്കാൻ വളരെ കാലതാമസമുള്ള ഒരു ആവശ്യം മാത്രമാണത്. പക്ഷേ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത്, ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കിക്കഴിഞ്ഞാൽ 16ാം ധനകാര്യ കമ്മീഷൻ്റെ പുതിയ ഡെവല്യൂഷൻ ഫോർമുല അനുസരിച്ച് തീർച്ചയായും 10,000 കോടി രൂപയെങ്കിലും അധികമായി ഈ വർഷം കേരള ബജറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയി റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കാനോ അതുപോലെ തന്നെ പബ്ലിക് ഡെറ്റിൻ്റെ ആഘാതം കുറയ്ക്കാനോ ഈ ബജറ്റ് ശ്രമിച്ചിട്ടില്ല. ഉദാഹരണത്തിന് പബ്ലിക് ഡെറ്റിൻ്റെ കാര്യത്തിൽ 51,378 കോടി രൂപ, അത് സ്വാഭാവികമായും ആ സീലിംഗ് ലിമിറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന തുകയാണ് ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബജറ്റിൽ പറഞ്ഞത്. അത് 56,301 കോടി രൂപ, 4,900 കോടി രൂപയായിട്ടാണ് VD സതീശൻ്റെ ഈ ബജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് റവന്യൂ ഡെഫിസിറ്റും പബ്ലിക് ഡെറ്റും, ഈ രണ്ട് കാര്യങ്ങൾ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഓരോ ഉപഘടകങ്ങൾ എടുത്താൽ തന്നെ പ്രത്യേകിച്ചും റവന്യൂ റെസിപ്റ്റ്സിൻ്റെ, അതായത് എങ്ങനെ വരുമാനം കണ്ടെത്തുമെന്നുള്ളതാണല്ലോ ചോദ്യം. ഈ പറയുന്ന ഒരു തരത്തിലുള്ള പ്രഖ്യാപനത്തോടും ആർക്കും എതിർപ്പുണ്ടാവേണ്ട കാര്യമില്ല. ആധുനിക കേരളം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണവ. ഇത് കാലാകാലങ്ങളായി 2000 മുതൽക്കുള്ള ഓരോ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ നോക്കിയാലും രാഷ്ട്രീയം മാറ്റി നിർത്തി പരിഗണിച്ചാൽ പോലും ചിലതിൻ്റെ നൈരന്തര്യവും തുടർച്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോട് യാതൊരു തരത്തിലും എതിർപ്പുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ പ്രഖ്യാപനങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ മാത്രം, റവന്യൂ റെസിപ്റ്റ്സിൻ്റെ, അതായത് റവന്യൂ വരുമാനത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം എന്നുള്ള പ്രധാനപ്പെട്ട ഘടകത്തിൽ ശ്രീ ബാലഗോപാൽ ഏതാണ്ട് 14,000 കോടി രൂപയോളം, അതായത് ബജറ്റ് എസ്റ്റിമേറ്റ് ആക്ച്വൽ അക്കൗണ്ട്സിൽ നിന്ന് 50% വർദ്ധിച്ചാണ് ഉയർത്തി കാണിച്ചിരുന്നത്. ഇവിടെ അതിനേക്കാൾ ഉയർന്ന തോതിലാണ് VD സതീശൻ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും റിയലൈസ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ കോമൺ സെൻസാണ്. ആ കണക്ക് മാത്രം നോക്കിയാൽ മതി. 15,272 കോടി രൂപ SOTR ആയി അധികമായി പ്രതീക്ഷിക്കുന്നു. അത് വളരെ വലിയൊരു മാജിക്, അതായത് അതിഭീകരമായ രീതിയിൽ സാമ്പത്തിക വിനിമയം നടന്നാൽ മാത്രമേ 50% അപ്പുറം വരുന്ന തരത്തിലുള്ള ഒരു SOTRൻ്റെ വർധനവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂവിലും ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഫിഗർ കാണാൻ കഴിയും. 1000 കോടി രൂപ അധികമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മുൻകാല LDF ഗവൺമെൻറ് തുടർന്ന് വന്ന കിഫ്ബി പോലുള്ള ഏജൻസികളിലൂടെ നടത്തുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്വഭാവമുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഫൈനൽ ഫിഗറിലേക്ക് എത്തുന്ന അതേ ബജറ്റ് രീതി തന്നെയാണ് ഇവിടെ VD സതീശനും പിന്തുടർന്നത്. അത് രാഷ്ട്രീയമായി നിരവധി തവണ എതിർക്കുകയും ധവളപത്രത്തിൽ ആ പ്രവണതയെ ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരു രീതിയാണ് UDF പിന്തുടർന്നത്. പക്ഷേ UDF അതേ രീതി ഈ ബജറ്റിലും പിന്തുടർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഈവൻ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും, അതായത് ബജറ്റിൽ പണം റിയലൈസ് ചെയ്യാൻ ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ വി.ഡി. സതീശൻ ആദ്യത്തെ ബജറ്റിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഉദാഹരണത്തിന് ഇപ്പോൾ കിഫ്ബിയുടെ റീസ്ട്രക്ചറിങ്ങിന് ഒരു കമ്മിറ്റി വരുന്നു എന്ന് പറയുന്നു. കിഫ്ബി ആസ്തി ഉണ്ടാക്കുന്ന വരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിക്ഷേപം നടത്തണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നടക്കണമെങ്കിൽ കിഫ്ബിയുടെ ബാധ്യത, ഋണബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് മാറി അത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു സൂചന KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ എടുക്കുന്നതിനുള്ള നിർദ്ദേശം അതിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതിൻ്റെ തുടർച്ചയായാണ് ധവളപത്രത്തിലും UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ധവളപത്രത്തിലും ഏതാണ്ട് അതേ നിർദ്ദേശം കുറച്ചുകൂടി വിപുലമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമുകൾ പ്രഖ്യാപിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ചും പിന്നെ ലോവർ ഇൻകം സ്ട്രാറ്റയിലേക്ക് ഡയറക്റ്റായിട്ട് പണം ഇൻഫ്യൂസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള പദ്ധതിയും പലപ്പോഴും എക്കണോമിക് ഇനീക്വാലിറ്റിയെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. അത് ആധുനിക കാലത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു ധനതന്ത്രം തന്നെയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ ഇവിടെ വലിയൊരു വീഴ്ച വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ പ്രിയദർശിനി സ്കീം നടക്കുകയാണല്ലോ. KSRTCയുടെ കാര്യത്തിൽ ഇപ്പോൾ പെൻഷൻകാർ ജീവനക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ KSRTCയെ സമ്പൂർണ്ണമായിട്ട് റീസ്ട്രക്ചർ ചെയ്യുകയും KSRTCയെ പ്രൊഫഷണലൈസ് ചെയ്യുകയും ചെയ്യാതെ യാതൊരു തരത്തിലും ഈ തരത്തിലുള്ള സപ്പോർട്ട് സ്കീമുകൾ നടപ്പാക്കാൻ കഴിയില്ല. ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതിനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഈ പറയുന്ന ബജറ്റിലില്ല. അതുപോലെ തന്നെ ആസ്തി മോണിറ്റൈസേഷൻ ധവളപത്രം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് എഴുതി തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും നിരവധി ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ശ്രീ P. രാജീവ് വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ഏതാണ്ട് 1 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടു എന്നാണ് അക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ ബജറ്റിൽ KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. സ്വകാര്യ നിക്ഷേപം വേണമെന്ന് തന്നെയാണ് LDFിൻ്റെയും നയം. സ്വകാര്യ സർവകലാശാലകൾ LDF തീരുമാനിച്ചിട്ടുണ്ടല്ലോ. 2000 മുതൽക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന 2001 കാലഘട്ടത്തിൽ ആദ്യത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റിൽ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത് സ്വദേശ സ്വഭാവമുള്ള സ്വകാര്യ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും സ്വകാര്യ നിക്ഷേപം ഇല്ലാതെ ഇനിയത്തെ കാലത്ത് പിന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വസ്തുത അംഗീകരിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ റെട്ടോറിക്കലായിട്ട് നമ്മളത് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വസ്തുത അംഗീകരിക്കണം. പക്ഷേ അതിനുള്ള നിർദ്ദേശം പോലും ഇല്ല. അതിനെ കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഇല്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. PSU റീസ്ട്രക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങൾ പറയാം.